ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നെറ്റ്വർക്കിൽ, അതായത് നമ്മുടെ സിം കാർഡ് റീചാർജ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് IMO, വാട്സാപ്പ്, ടെലഗ്രാം അതുപോലുള്ള ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ വിളിക്കാറുണ്ട്. പക്ഷേ ഇതിലെല്ലാം വിളിക്കുമ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ ആരെയാണോ കോൾ ചെയ്യുന്നത് അവർക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി അറിയാൻ പറ്റും. എന്നാൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ, അതുവഴി നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് തന്നെ മറ്റൊരാളെ കോൾ ചെയ്യാം. പക്ഷേ ഇത് പറയുമ്പോഴും ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരിക്കലും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യരുത്. നമ്മുടെ നമ്പർ മറ്റുള്ളവർക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നെറ്റ്വർക്കും അതിൻ്റെ IP അഡ്രസ്സും എല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥ പഴയതുപോലെയല്ല, പഴയതിലും അതിശക്തമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളാരും തന്നെ ഇത് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യരുത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഉത്തരവാദിയായിരിക്കുന്നതല്ല. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം ഇത് പരീക്ഷിക്കാൻ. ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് ടോക്ക് ടൈം ഇല്ലാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ വാട്സാപ്പ് ആണെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് ഉള്ള വ്യക്തിക്ക് മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് മറ്റൊരാളുടെ നെറ്റ്വർക്കിലേക്ക്, അതായത് സിമ്മിൻ്റെ നെറ്റ്വർക്കിലേക്ക് കോൾ ചെയ്യാൻ ഉപകാരപ്രദമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ പരിചയപ്പെടുത്തുന്നത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എപ്പോഴും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്യുക ഫ്രീ കോൾ ഗ്ലോബൽ ഫോൺ കോളിംഗ് ആപ്പ്. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് ഈ ഒരു സ്ക്രീനായിരിക്കും പ്ലേ സ്റ്റോറിൽ കാണുന്നത്. അത് ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ എടുക്കുക. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ആവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാളായി കഴിയുമ്പോൾ ഈ ഒരു സ്ക്രീനായിരിക്കും വരുന്നത്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം ഇതിനകത്ത് പെർമിഷൻ ചോദിക്കും, മീഡിയ, ഫയൽസ്, ഫോട്ടോസ്, ആക്സസ്. അത് മാത്രമാണ് നമ്മളിതിൽ കൊടുക്കാനുള്ളത്. അല്ലാതെ നമ്മൾ ഫോൺ നമ്പരോ മെയിൽ ID ഒന്നും തന്നെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ലോഗിൻ ബോണസായിട്ട് 500 കോയിൻസ് ആയിരിക്കും കാണുന്നത്. നമ്മൾ ഡെയിലി ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് 200 കോയിൻസ് വെച്ചിട്ട് ക്രെഡിറ്റ് ആവും. നമുക്ക് ഒരു കോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് പോയിൻറ്റ്സാണ്, ഈ കോയിൻസാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ യൂസർ ഇൻ്റർഫേസ്. അതിൽ ഏറ്റവും മുകളിലായിട്ട് 700 എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 700 കോയിൻസിനകത്ത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ഇന്ത്യയുടെ ഫ്ലാഗ് കാണാം. നമുക്ക് ഈ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും കോൾ ചെയ്യാം. ഇതിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇതിൽ ഏത് രാജ്യത്തെ നമ്പറിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ക്രെഡിറ്റ് വെച്ചിട്ട് കോൾ ചെയ്യാം. ഞാൻ കോൾ വിളിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കോൾ വിളിക്കാൻ നോക്കാം. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമ്പർ ഡയൽ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കൺട്രീസാണ് വിളിക്കേണ്ടെങ്കിൽ ആ ഫ്ലാഗിൽ പ്രസ് ചെയ്തിട്ട് ആ കൺട്രി സെലക്ട് ചെയ്തതിനു ശേഷം നമ്പർ ഡയൽ ചെയ്യുക. അതിനുശേഷം കോൾ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വേറൊരു സ്ക്രീൻ കാണാൻ പറ്റും. നമ്മൾ ഏത് കൺട്രിയിലേക്കാണ് വിളിക്കുന്നതെന്നുള്ളതും നമ്മുടെ കയ്യിലുള്ള പോയിൻറ്റ്സ് എത്രയാണ് ബാലൻസ് ഉള്ളതെന്നുള്ളതും ഈ സ്ക്രീനിൽ തന്നെ നമുക്കറിയാൻ പറ്റും. നമുക്ക് 1 മിനിറ്റ് വിളിക്കാനായിട്ട് 300 കോയിൻസാണ് ആവശ്യം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാലൻസ് വെച്ചിട്ട് എനിക്ക് 3 മിനിറ്റ് വരെ സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ ആ നമ്പർ ഡയൽ ചെയ്യുകയാണ്. എന്നിട്ട് കോൾ എന്നുള്ളത് പ്രസ് ചെയ്യുക. നമ്മൾ ഡെയിലി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് പിന്നീടും കോൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി ലോഗിൻ ചെയ്താൽ മാത്രം മതി. കണ്ടോ, ഇപ്പോൾ നമുക്ക് മറ്റേ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ട്. നമ്മുടെ നമ്പരോ ഒന്നുമല്ല അതിൽ വന്നിരിക്കുന്നത്, ഒരു ഇൻ്റർനാഷണൽ നമ്പറായിരിക്കും വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മറ്റൊരു നെറ്റ്വർക്കിലെ സിമ്മിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കോൾ വിളിക്കാൻ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് കഴിയും. പല അത്യാവശ്യ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പം ഇത് ഉപകരിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.